ശരി, വി ശിവൻകുട്ടി മന്ത്രിയുടെ പ്രതികരണം കാണാം. അവിടെ ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന്. ക്രെഡിറ്റ് അല്ലല്ലോ, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെയും ഗവൺമെന്റിന്റെയും അധ്വാനമാണല്ലോ കാണുന്നത്. അപ്പൊ അടിച്ചെടുക്കേണ്ട ശ്രമമൊന്നുമില്ല, ഞങ്ങളുടെ തന്നെ. അല്ല, മകളും മകളുടെ കുഞ്ഞുമൊന്നും കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ. ഔദ്യോഗിക യോഗത്തിൽ അവിടെ വേറെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അവിടെ ഒരു എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചോളം കാണിച്ചത്. അത് പത്രക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു, അവരോടൊപ്പം തന്നെ അവരും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മളൊരു എം ഹസൻ അത് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം, പറഞ്ഞ് ശരിയാണോ തെറ്റാണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വെച്ചാൽ വലിയ പ്രയാസം തന്നെയാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നേതാക്കന്മാരുടെ മക്കൾക്കാർക്കും ഇടത്തോട്ട് വലത്തോട്ട് തിരിയാനും പറ്റില്ല, പത്രക്കാരും ആലോചിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോനെ ഇവിടെയും കൂടാതെ കെ ആർ സാജു വിവരങ്ങളുമായി തുടരുന്നു. സാജു, എന്താണ് ഈ വിഷയത്തിൽ സർക്കാർ നൽകുന്ന വിശദീകരണം, പ്രത്യേകിച്ച് ശിവൻകുട്ടി? ശിവൻകുട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം, വേദിയിൽ ആരിയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്, അക്കാര്യത്തിൽ അന്തിമമാക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നല്ല എന്നുള്ളതാണ് വസ്തുത. അത് സംസ്ഥാന സർക്കാർ ഇവിടുന്ന് ഒരു പട്ടിക അയക്കുകയും ആ പട്ടികയിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അംഗീകരിക്കുകയും ചെയ്യാം. ആരൊക്കെയാണ് വേദിയിൽ ഇരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച പ്രാഥമികമായ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നതാണ് വസ്തുത. അത് തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് ശിവൻകുട്ടിയുടെ ഈ പ്രതികരണത്തിൽ ഉണ്ട് താനും. അപ്പോൾ അതിലാണ് വി ഡി സതീശന്റെ പേര് ഇല്ല എന്ന് ഉള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച ലിസ്റ്റിൽ വി ഡി സതീശന്റെ പേരില്ല. അങ്ങനെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടുത്തുകയായിരുന്നെങ്കിൽ പിന്നീട് കേന്ദ്രം, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒഴിവാക്കിയായിരുന്നെങ്കിലാണ് അവർ ഒഴിവാക്കി എന്ന അർത്ഥത്തിൽ പറയാൻ കഴിയുള്ളൂ. ഇവിടുന്ന് അയച്ച ലിസ്റ്റിൽ തന്നെ ഇല്ലാതിരിക്കെ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് എന്ന് പറയുന്നത് സാങ്കേതികമായി ശരിയല്ല എന്ന് പറയണം. അന്തിമമായി ഇതിനകത്ത് വേദിയിൽ ആരൊക്കെ വേണം എന്ന കാര്യത്തിൽ പട്ടികയിൽ തീരുമാനമെടുക്കുക പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. പ്രോട്ടോകോൾ പ്രകാരം അക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം എന്ന കാര്യത്തിലും മറ്റൊരു അഭിപ്രായം ആർക്കും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി നൽകുന്ന മറുപടി ഇത് സംബന്ധിച്ചുള്ളത് സാങ്കേതികമാണ്. അദ്ദേഹം മറ്റൊരു കാര്യത്തിൽ കൂടി രാഷ്ട്രീയമായി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. അത് UDF-നാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും പേരക്കുട്ടിയും വിഴിഞ്ഞം സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ പങ്കെടുത്തു എന്ന വിവാദം ഇന്ന് UDF കൂടി ഉയർത്തിയിരുന്നു. അതിനാണ് മറുപടി പറയുന്നത്. അവിടെ സന്ദർശിക്കുക മാത്രമാണ് ചെയ്തത്, അവിടെ യോഗമൊന്നും നടന്നിട്ടില്ല. പത്രക്കാരുടെ സാന്നിധ്യത്തിൽ ഒരു വീഡിയോ പ്രസന്റേഷൻ മാത്രമാണ് നടന്നത്. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ നേതാക്കളുടെ മക്കൾക്ക് എങ്ങോട്ടും പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും എന്നതടക്കമുള്ള വിമർശനങ്ങൾ UDF-ന് നേരെ വി ശിവൻകുട്ടി ഇന്ന് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇർഷാദ്.